ഏയ് അങ്ങനെയൊന്നും ആവില്ല. പ്രഗ്നൻസിയുടെ അവസ്ഥ ഇങ്ങനെയാ, ഞാനത് അനുഭവിക്കുന്നല്ലേ. ഇങ്ങനെ ഓരോന്നും കഴിക്കാൻ ആഗ്രഹം തോന്നുക, ഭർത്താവ് എപ്പോഴും അരികിൽ തന്നെ ഉണ്ടാവണമെന്ന് തോന്നുക, അങ്ങനെ മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത ആഗ്രഹങ്ങളാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാ, പക്ഷേ ഐശ്വര്യടുത്ത് കുറച്ച് ഓവറാ. അത് ഐശ്വര്യടുത്തെ അല്ലെങ്കിലും കുറച്ച് നിർബന്ധം കൂടുതലുള്ള ആളല്ലേ. ഐശ്വര്യടുത്തിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ സാറിനോട് മറ്റൊരു കാര്യം ചോദിക്കാനിരുന്നതാ. എന്താ ചോദിക്ക? അച്ഛനും അമ്മയും എല്ലാവരും നിർബന്ധിച്ചിട്ടും എന്താ സാർ കമ്പനിയുടെ ചുമതല എടുക്കാത്തെ? നമുക്ക് ഒരു തവണ സംഭവിച്ചത് ഇനി സംഭവിക്കാൻ പാടില്ല. സ്വന്തം കമ്പനി ആവുമ്പോ നമ്മളെ ആർക്കും അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, നമ്മുടെ കമ്പനി ആരംഭിക്കാനുള്ള തിരക്കിലാ ഞാൻ. അതിനിടയില് ആ ചുമതല കൂടി അത് പറ്റില്ല. പച്ചക്കറി കട നടത്തി ഞാൻ പഠിച്ച പാഠം അത്. സ്വന്തമായ ഒരു ബിസിനസ്, ലാഭം കുറച്ചു മതി, പക്ഷെ ഒന്നും മറ്റാരെയും ബോധ്യപ്പെടുത്തണ്ട. അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് ആ സ്ഥാനത്ത് വരണം. അത് എന്റെ പണ്ടുള്ള ആഗ്രഹമായിരുന്നു. ആദ്യമായിട്ട് അതിനുള്ള കഴിവുണ്ട്. കമ്പനിയുടെ എന്ത് കാര്യത്തിനാണെങ്കിലും പറ്റുന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ടിനെ സഹായിക്കും, അതുറപ്പാ. ഇങ്ങനെ മുഖം വെറുപ്പിക്കല്ലേ, ചിരിച്ചോണ്ട് താ. എന്റെ വയറ്റിൽ കിടക്കുന്നത് അരുണ്ട കുഞ്ഞാ, അത് മറക്കരുത്. വയറ്റിലാണെങ്കിലും അമ്മയുടെ അച്ഛന്റെയും സ്നേഹവും സ്പർശനവും ഒക്കെ ആ കുഞ്ഞിന് മനസ്സിലാവുന്ന ശാസ്ത്രം പറയുന്നത്. അരുൺ എന്നോടുള്ള നീരസം വയറ്റിൽ കിടക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞിനും പകരണോ. അതുകൊണ്ട് ചിരിച്ചോണ്ട് തന്നെ. ഈ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ചിരിക്കരുൺ. ആ ചിരിക്ക്. ഇനി സ്നേഹത്തോടെ ആ മാങ്ങ തന്നെ. തീർന്നില്ല. ഇനി ഈ ഗർഭത്തിന്റെ കണക്ക് പറഞ്ഞ് ഞാൻ അരുണിനെ വലയ്ക്കും, നോക്കിക്കോ. എന്താ എന്താ ഐശ്വര്യ, എന്തു പറ്റി? ഐശ്വര്യ, ഐശ്വര്യ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ദോശയ്ക്ക് മുകളിൽ മാങ്ങയും മുളകും എല്ലാം കൂടിയായ ആകെ പ്രശ്നം വന്നു. ഹോസ്പിറ്റലിൽ പോണം. അരുൺ ഒന്ന് അടങ്ങിയിരിക്കും. അങ്ങനെ ഗർഭിണിയുടെ കൊതി തീർന്നു. ഒന്ന് മുതുക തടവി താരുൺ. ഐശ്വര്യം പറഞ്ഞാ കേൾക്കാതെ അതിന് മുകളിൽ അഹങ്കാരം കൂടിയായ ഇങ്ങനെ ഇരിക്കും. അരുൺ, വൈസ് ചെയർപേഴ്സൺ ചുമതല ഏൽക്കാണ്. എന്നെ കാത്തോണേ. മോൾക്ക് എപ്പോഴും സാക്ഷാൽ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവും. അതിന്റെ ഉയർച്ച നമ്മുടെ കമ്പനിക്കും ഉണ്ടാവും.
മോളിരിക്കെ. അതി ഇപ്പൊ വലിയൊരു ഉത്തരവാദിത്വമാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു അച്ഛാ. നന്നായി വരും മോനെ. ഇരിക്കെ. ഇരിക്കേട്ടാ. വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ പുതിയ MD യെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. ഇരിക്കേട്ടാ. പുതിയ MDക്ക് എന്തിനും ഏതിനും ഈ അഖില സഹായത്തിനുണ്ടാവും. ഓക്കെടാ.